HTML-ന്റെ രണ്ട് മെയിൻ ആട്രിബ്യൂട്ടുകളാണ് DIR-ഉം ലാങ്ങും. എന്തിനാണ് DIR? DIR എന്ന് പറയുന്നത് ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ DIR attribute of HTML tag specifies the direction of the text to be displayed on the web page. നമ്മുടെ വെബ് പേജിൽ എപ്പോഴും ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വായിക്കുക എന്നുള്ള രീതിയിലായിരിക്കും എന്തുണ്ടാവുക, കണ്ടൻറ്റുകളെല്ലാതും നമ്മൾ എഴുതുന്നത്. അത് ലെഫ്റ്റ് ടു റൈറ്റിലേക്കല്ലേ. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് ടു ലെഫ്റ്റ് എന്നൊക്കെ ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് DIR എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് HTML ടാഗിൻ്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷണലാണ്, നമുക്ക് വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഡിഫോൾട്ടായിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും ഈ DIR-ൻ്റെ വാല്യൂ ഉണ്ടാവുക. അതുകൊണ്ട് കൊടുത്തില്ലെങ്കിലും ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ടായിരിക്കും നമ്മുടെ വെബ് പേജിൽ കണ്ടൻറ്റ് ഡിസ്പ്ലേ ആവുന്നത്. ഇനി DIR-ൽ വരുന്ന രണ്ട് ആട്രിബ്യൂട്ട്, അതായത് HTML ടാഗിൻ്റെ ഉള്ളിൽ DIR ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കേണ്ട വാല്യൂസ് ഒന്ന് LTR-ഉം ഒന്ന് RTL-ഉമാണ്. LTR എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും, RTL-ആണ് കൊടുക്കുന്നതെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, HTML DIR ഈക്വൽ ടു RTL അല്ലേ. HTML DIR ഈക്വൽ ടു RTL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, HTML പേജിൽ നമ്മളുടെ കൊടുക്കുന്ന കണ്ടൻറ്റിൻ്റെ ഡയറക്ഷൻ റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കണം. ഇനി ഇത് കൊടുത്തില്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഡിഫോൾട്ടായിട്ട് അങ്ങനെ വരും. അതുപോലെ നെക്സ്റ്റ് ആട്രിബ്യൂട്ടാണ് ലാങ് ആട്രിബ്യൂട്ട്. ലാങ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് എന്ത് ലാംഗ്വേജാണ് നമ്മളുടെ വെബ് പേജിൽ സ്പെസിഫൈ ചെയ്യേണ്ടത് ആ ലാംഗ്വേജ് പറയാൻ വേണ്ടിയിട്ടാണ്. ഡിഫോൾട്ടായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജാണ് ഉണ്ടാവുക. ഇംഗ്ലീഷ് അല്ലാതെ വേറെ എന്തെങ്കിലും സ്പാനിഷോ ഫ്രഞ്ചോ ജർമ്മനോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലാങ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ HTML ടാഗിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാങ് ആട്രിബ്യൂട്ട് എന്താന്ന് ഡെഫിനിഷൻ ഇവിടെ ഉണ്ട്. ദ ലാങ് ആട്രിബ്യൂട്ട് ഓഫ് HTML ടാഗ് സ്പെസിഫൈസ് ദ ലാംഗ്വേജ് വി ഹാവ് ജനറലി യൂസ്ഡ് വിത്തിൻ ദി ഡോക്യുമെൻറ്റ്. അപ്പോൾ ലാംഗ്വേജ് സ്പെസിഫൈ ചെയ്യുന്നു. ഇനി ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, HTML ലാങ് ഈക്വൽ ടു AR അല്ലേ. HTML ലാങ് ഈക്വൽ ടു AR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വെബ് പേജിൽ ഏത് ലാംഗ്വേജിനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇവിടെ റൈറ്റ് സൈഡിലൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ കോഡ് നമുക്ക് ലാങ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൽ കൊടുക്കാനായിട്ട് പറ്റും. EN ആണെങ്കിൽ അത് ഇംഗ്ലീഷ്, FR ആണെങ്കിൽ ഫ്രഞ്ച്, DE ജർമ്മൻ, IT ഇറ്റാലിയൻ, EI ഗ്രീക്ക്, ES സ്പാനിഷ്, AR അറബിക്, JA ജാപ്പനീസ്, HI ഹിന്ദി, RU റഷ്യൻ. ഇത്രയും കോഡുകൾ നമുക്ക് കൊടുക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ലാങ് ഈക്വൽ ടു AR എന്ന് കൊടുത്തിട്ടുണ്ട്. AR എന്താണ്, അറബിക്. അപ്പോൾ നമ്മുടെ വെബ് പേജിൽ അറബിക് നേച്ചറായിട്ടായിരിക്കും അല്ലെങ്കിൽ അറബിക് ലാംഗ്വേജിലായിട്ടായിരിക്കും കണ്ടൻറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ HTML ആട്രിബ്യൂട്ടുകൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം, DIR-ഉം ലാങ്ങും. ഇനി നെക്സ്റ്റ് ആട്രിബ്യൂട്ടാണ് ഹെഡ്. ഹെഡ് എന്തിനു